നമ്മുടെ MLA പ്രസംഗം കേൾക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ മോട്ടിവേഷൻ ടോക്കെന്നും അല്ലെങ്കിൽ പല രീതിയിൽ ഈ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങും ഇതിൻ്റെയൊക്കെ ക്ലാസ്സും സെഷനും ഒക്കെ പലരും നടത്തുന്ന കേട്ടിട്ടുണ്ട്. അവരെക്കാട്ടിലുമൊക്കെ വളരെ ഗംഭീരമായിട്ട് പ്രൊഫഷണലായിട്ട് ഇവിടെയുള്ള ഓരോ കുട്ടിയുടെയും ഉള്ളിൽ ഒരു എന്താ പറയുക തീയുണ്ടല്ലോ, ആ ഒരു അഗ്നി കത്തിച്ച് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം. ഐ തിങ്ക് യു ആർ വെരി ലക്കി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ ഈ ചടങ്ങിന് പേരിട്ടത് താന്നൂർ താര എന്നാണ്. എന്ന് വെച്ചാൽ താന്നൂരിൻ്റെ നക്ഷത്രങ്ങൾ എന്നാണ്. ഇവിടെ ഇന്ന് പങ്കെടുക്കുന്നത് 1200-ൽ പരം വിദ്യാർത്ഥികളാണ്. നിങ്ങളെ നോക്കി നക്ഷത്രങ്ങളെ എന്ന് വിളിക്കാനുള്ള കാരണം താന്നൂരിൻ്റെ ആകാശത്ത് ഈ അക്കാദമിക് ഇയറിൽ നിങ്ങൾ പരത്തിയ വിജയത്തിൻ്റെ വെളിച്ചം കൊണ്ടാണ് നിങ്ങളെ നക്ഷത്രങ്ങളെ എന്ന് വിളിച്ചത്. ആ നക്ഷത്രങ്ങൾ ഒരുമിച്ചിരുന്ന് താന്നൂരിനൊരു പ്രകാശപൂരിതമായ ഒരു നാളെയെ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എണീറ്റ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്ന ഒരു കാര്യം ഒരൊറ്റ വാചകമാണ്. A+കാർ മാത്രം വരണമേ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം A+കാർ മാത്രമല്ല വിജയികൾ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ മാത്രമായി പരിപാടി ചുരുക്കാതിരുന്നത്. ഇന്ന് A+കൾ വാങ്ങുന്നവർ നാളെ A+കാർ ആയിക്കൊള്ളണമെന്നില്ല. ഇന്ന് A+കൾ വാങ്ങാത്തവർ നാളെ A+കാർ വാങ്ങാതിരുന്നു കൊള്ളണമെന്നുമില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇന്ന് എക്സലൻസ് കാണിച്ചവരാണ്. ഫുൾ A+ വാങ്ങിയവരുണ്ട്, അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ഈ പരീക്ഷയിൽ നിങ്ങളുടെ എക്സലൻസ് പ്രകടിപ്പിച്ചവരാണ്. ഇനിയും പരീക്ഷകളുടെ മത്സരാധിഷ്ഠിത ലോകത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നിരന്തരമായ പരീക്ഷകളെ നിങ്ങൾ വരവേൽക്കേണ്ടവരാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയും ഒരുപാട് പരീക്ഷകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഫുൾ A+കളുടെ വിജയം കൊണ്ട് ഞാൻ ജീവിതത്തിലെല്ലാം സ്വായത്തമാക്കി എന്ന് വിചാരിക്കുന്ന അമിതാത്മവിശ്വാസത്തിലേക്ക് നിങ്ങൾ പോയിക്കൂടാ. ഒരു A+ പോലും നേടാത്തവർ ഈ സദസ്സിലുണ്ടാകാം. അവരോട് ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ പരീക്ഷ കൊണ്ട്, ഈ ഒരൊറ്റ എക്സാം കൊണ്ട് നിങ്ങളുടെ കരിയർ അവസാനിച്ചു എന്നും വിചാരിച്ചുകൂടാ. ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ ഈ സദസ്സിനെ മുഴുവൻ നോക്കി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ട ആദരണീയനായ ശ്രീ പ്രശാന്ത് IAS ഇവിടെയുണ്ട്. ഒരു വാട്സാപ്പ് മെസ്സേജിൽ പരിപാടിക്ക് ഒരു ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. താന്നൂരുകാർക്ക് മുഴുവൻ വേണ്ടി അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം സിവിൽ സർവീസ് പാസ്സായി വരുമ്പോൾ അതിൻ്റെ സിവിൽ സർവീസ് എക്സാം, സ്പെഷ്യൽ എക്സാം എഴുതിയിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അതൊരു സെപ്പറേറ്റ് എക്സാമാണ്. നിങ്ങളുടെ 10ാം ക്ലാസ് കൊണ്ട് നമുക്കൊരു സിവിൽ സർവീസിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ഫുൾ A+ കൊണ്ട് നമുക്കവിടെ എത്താൻ വേണ്ടി കഴിയില്ല. ഒരു A+ പോലും ഇല്ലെങ്കിലും നമുക്കവിടെ എത്താതിരിക്കാവുന്ന സാഹചര്യവുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ ആവണമെങ്കിൽ മെഡിക്കൽ എൻട്രൻസിന് സെപ്പറേറ്റ് എക്സാം എഴുതണം. മുഴുവൻ A+ന് സർട്ടിഫിക്കറ്റ് അവിടെ നിങ്ങൾക്ക് കനം നൽകില്ല. ഒരു A+ പോലും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് അവിടെ നിങ്ങൾ പിറകോട്ടുമാക്കില്ല. ഞാൻ പറയാറുണ്ട്, തൊട്ടപ്പുറത്ത് മലയാളം സർവകലാശാലയുണ്ട്. ആ മലയാളം സർവകലാശാലയിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ +2 ഫുൾ A+ ഉണ്ട് എന്നതുകൊണ്ട് അവിടെ സീറ്റ് കിട്ടത്തുമില്ല. നിങ്ങൾക്ക് ഒരു A+ പോലും ഇല്ല എന്നതിൻ്റെ പേരിൽ പോയി അവിടെ സീറ്റ് കിട്ടാതിരിക്കുകയുമില്ല. അവിടെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. തൊട്ടപ്പുറത്തെ കാലിക്കറ്റിൽ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമുകളുണ്ട്. നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിന് പോകണോ, നിങ്ങൾക്ക് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. ഏത് മെഡിക്കൽ കോഴ്സിന് പോകുകയാണെങ്കിലും അവിടെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള എക്സലൻസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള നമ്മുടെ ഈ കരിയറിലെ ഏറ്റവും മികച്ച വിജയമുണ്ടല്ലോ, ആ വിജയം കൊണ്ട് മാത്രം ഭാവിയിലേക്കുള്ള എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പരീക്ഷകളും മറികടന്ന് പോകാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാലും, ഇപ്പോൾ A+കൾ കിട്ടാതെ പോയാലും അവിടെ കൊണ്ടെല്ലാം അവസാനിച്ചൊന്നും വിചാരിക്കരുത്. ഒരാളെ മാത്രം പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ജസ്റ്റ് പാസിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു കടപ്പുറത്ത് മലർന്നു കിടന്ന് ആ ജസ്റ്റ് പാസ് സർട്ടിഫിക്കറ്റ് നെഞ്ചത്ത് വെച്ചിട്ട് ഉയരെ പറക്കുന്ന ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ പക്ഷിയെപ്പോലെ ആകാശത്ത് പറന്നുയരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യനെ പിന്നെ ലോകം വിളിച്ചത് ഇന്ത്യയെ നോക്കിയിട്ട് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ആ കലാം സാറിന് ഒരു പക്ഷേ A+കളുടെ ഭാരമുള്ള, മാർക്കുകളുടെ ഭാരമുള്ള സർട്ടിഫിക്കറ്റുകളുമായിട്ടല്ല അദ്ദേഹം കിനാവ് കണ്ടത്. അങ്ങനെ ഒരു കിനാവ് കണ്ടുമല്ല അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നത്, അദ്ദേഹത്തിനുണ്ടായിരുന്ന കരുത്ത് സ്വപ്നം കാണുക എന്നായിരുന്നു. ഞാനൊരു കാര്യം കൂടി പറയുന്നു. ഞാനിവിടെ നിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തോൽക്കാനുള്ള മനസ്സുള്ളവരായി മാറണം എന്നതാണ്. നിങ്ങൾ തോൽക്കാൻ മനസ്സുള്ളവരായി മാറണം.
ജയിക്കാൻ വേണ്ടി മാത്രമല്ല, തോൽക്കാൻ കൂടി കഴിവുള്ളവരാകണം. നമ്മൾ എവിടെയൊക്കെയാണ് ജയിക്കേണ്ടത്, എവിടെയൊക്കെയാണ് തോൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. 10ാം ക്ലാസ്സിൽ തോറ്റുപോയാൽ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അടുത്ത പ്രാവശ്യം 10ാം ക്ലാസ് പിന്നെ എഴുതി നല്ല രൂപത്തിൽ ജയിക്കാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എന്താ സംഭവിക്കുക? 5 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പ് വരും. വേണമെങ്കിൽ എനിക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പുറകെ പോയി എൻ്റെ പാരം നടത്താം, അല്ലേ? നോക്കൂ, നിങ്ങൾ തോറ്റുപോയാൽ എന്താ സംഭവിക്കുക? ലോകം ഇടിഞ്ഞു വീഴോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എവിടെയാണ് ജയിക്കേണ്ടത്, എവിടെയാണ് തോൽക്കാതിരിക്കേണ്ടത് എന്ന കൃത്യമായ വിവേകം പുതിയ തലമുറക്കുണ്ടാകണം. അതുണ്ടാകേണ്ടതാണ്. എവിടെയെങ്കിലും തോറ്റുപോയാൽ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന അവിവേകികളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകരുത്. അത് അവിവേകമാണ്, മണ്ടത്തരമാണ്, വിവരയില്ലായ്മയാണ്. ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. എവിടെയെങ്കിലും തോറ്റുപോയാൽ എൻ്റെ ജീവിതം തീർന്നുപോയി എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരോട് പറയണം, പരമ മണ്ടനാണ്, അവനുമായി കൂട്ടുകൂടുക പോലും വേണ്ട, അത്ര വലിയ മണ്ടനാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ കഴിയണം. ഞാൻ പറയട്ടെ, നമ്മൾ എവിടെയാണ് ജയിക്കേണ്ടത്? ക്ലാസ് മുറിയിൽ കൂട്ടുകാർക്ക് മുമ്പിലാണോ? അല്ല, അവിടെ നമുക്ക് തോറ്റു കൊടുക്കാം. അധ്യാപകർക്ക് മുമ്പിലാണോ? അല്ല, അവിടെയും നമുക്ക് തോറ്റു കൊടുക്കാം. നമ്മുടെ വീട്ടുകാർക്ക് മുമ്പിലാണോ? അല്ല, അവിടെയും നമുക്ക് തോറ്റു കൊടുക്കാം. നോക്കൂ, നിങ്ങൾ കാമുകൻ്റെ മുമ്പിൽ തോറ്റുപോയ കാമുകി അവിടെ ജീവിതം അവസാനിച്ചു പോവോ? ഇല്ല, അവിടെയും നമുക്ക് തോറ്റു കൊടുക്കാം. അവിടെ എല്ലായിടത്തും നമുക്ക് നാട്ടുകാർക്ക് മുമ്പിൽ നമുക്ക് തോറ്റു കൊടുക്കാം. പക്ഷേ തോൽക്കാൻ പാടില്ലാത്ത ഒരിടമുണ്ട്. ഒരാൾക്ക് മുമ്പിൽ നിങ്ങൾ തോൽക്കില്ല എന്ന് നിങ്ങളുടെ എക്സലൻസ് സമ്മിറ്റിൻ്റെ ഈ ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം മാത്രമാണ്. ഒരാൾക്ക് മുമ്പിൽ ഞാൻ തോൽക്കില്ല. ഈ ലോകം മുഴുവൻ എനിക്കെതിരായാലും അയാൾക്ക് മുമ്പിൽ ഞാൻ തോൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പുതിയ തലമുറയ്ക്ക് സാധ്യമാകണം. ആരാണ് ഒരാൾ എന്ന് ചോദിച്ചാൽ അതെൻ്റെ മനസ്സാക്ഷിക്ക് മുമ്പിലാണ്. എൻ്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ തോൽക്കാതെ ജീവിച്ചു തീർക്കാൻ എനിക്ക് സാധ്യമാകും എന്ന് കരുതാൻ നിങ്ങൾക്ക് കഴിയണം. ആരൊക്കെ കല്ലെറിഞ്ഞാലും ഞാൻ തെറ്റു ചെയ്തില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ മനസ്സാക്ഷി കുറ്റബോധമില്ലാത്ത കാലത്തോളം എനിക്കതിൽ പരിതപിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നണം. 10ാം ക്ലാസ്സിൽ തോൽക്കട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സാക്ഷി മുമ്പിൽ നിങ്ങൾ തോറ്റുപോകരുത്. +2വിന് തോൽക്കട്ടെ, നിങ്ങളുടെ മനസ്സാക്ഷി മുമ്പിൽ നിങ്ങൾ തോറ്റുപോകരുത്. കൂട്ടുകാരും നാട്ടുകാരും കളിയാക്കട്ടെ, കുഴപ്പമില്ല, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ നിങ്ങൾ തോറ്റുപോകരുത്. നിങ്ങൾ വിജയികളെ എടുത്ത് പരിശോധിക്ക്, നിങ്ങൾ പരാജയപ്പെട്ടവരെ എടുത്ത് പരിശോധിക്ക്. വിജയികൾ മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ വായിക്കേണ്ടവർ, വിജയികൾ മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടവർ. നമ്മൾ തോറ്റവരെയും പഠിക്കേണ്ടതുണ്ട്, തോറ്റവരെയും പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ എക്സലൻസ് അവാർഡിൻ്റെ ഈ മണ്ഡലത്തിൽ പങ്കെടുത്ത പല പരിപാടികളിലും ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. തോറ്റവരെ കൂടി വായിക്കാൻ തയ്യാറാകുന്നവരായി ഞാനും നിങ്ങളും മാറണമെന്നതാണ്. തോറ്റവരെ കൂടി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ജയിച്ചവരുടെ കഥകൾ മാത്രമല്ല നമ്മൾ ആവേശഭരിതമാക്കേണ്ടത്, തോറ്റവരുടെ കഥകളും നമ്മൾ ആവേശഭരിതമാക്കണം. നോക്കൂ, ഞാനൊരു ചെറുപ്പക്കാരനെ മാത്രം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കാൻ. ആ ചെറുപ്പക്കാരൻ അമേരിക്കയിലാണ്. 1-2 ചടങ്ങിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്കൊന്നും പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ 21ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കച്ചവടം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ വിറ്റ് ഒരു കച്ചവടം ആരംഭിച്ചതാണ്. ആ കച്ചവടം ആരംഭിച്ച് അദ്ദേഹം ആ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയി, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യയോടൊപ്പം ജീവിക്കുമ്പോൾ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ എടുത്ത് അദ്ദേഹം വീണ്ടും കച്ചവടം ചെയ്തു. 23ാമത്തെ വയസ്സിൽ വീണ്ടും കച്ചവടം ചെയ്തു. അങ്ങനെ കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിലും പരാജയപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിനിടയിൽ അദ്ദേഹം തീരുമാനിച്ചു അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിനിടയിലെ ഗ്യാപ്പിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ മത്സരത്തിലും അയാൾ പരാജയപ്പെട്ടു. നിരന്തരമായി പരാജയപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ജയിച്ചിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ 21ാമത്തെ വയസ്സിൽ പരാജയം ആരംഭിച്ചതാണ്. ആ പരാജയം ആരംഭിച്ച് തുടങ്ങിയ ജീവിതം പിന്നീട് 22ാമത്തെ വയസ്സിൽ അസംബ്ലി ഇലക്ഷനിൽ പരാജയപ്പെട്ടു. 24ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്ത് അവിടെയും പരാജയപ്പെട്ടു. 26ാമത്തെ വയസ്സിൽ ഭാര്യ മരണപ്പെട്ടു പോയി. ഭാര്യയുടെ മരണം അദ്ദേഹത്തിന് വലിയ ആഘാതമുണ്ടാക്കി. അദ്ദേഹത്തിന് ഡിപ്രഷൻ ബാധിച്ചു. മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്തായി. അങ്ങനെ ഭ്രാന്താലയത്തിൽ ചികിത്സ തേടിയ ആ 27 വയസ്സുകാരൻ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അയാൾ തീരുമാനിച്ചു അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിക്കണമെന്ന്. അമേരിക്കൻ അസംബ്ലി ഇലക്ഷനിൽ തോറ്റുപോയെങ്കിൽ പോലും അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിക്കണമെന്ന ചെറുപ്പക്കാരൻ കരുതുകയും 34ാമത്തെ വയസ്സിൽ അമേരിക്ക എന്ന രാഷ്ട്രത്തിൻ്റെ അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിക്കുകയും അവിടെയും പരാജയപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ. ജീവിതത്തിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു പോയി. അദ്ദേഹം തീരുമാനിച്ചു പരാജയത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല, എനിക്കൊരിക്കൽ കൂടി മത്സരിക്കണം. 45ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭയായിട്ടുള്ള സെനറ്റിലേക്ക് അദ്ദേഹം മത്സരിച്ചു. പക്ഷെ നിർഭാഗ്യകരം, ആ സെനറ്റിലും പരാജയപ്പെട്ടു പോയി. അവസാനം 47ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്? 21ാമത്തെ വയസ്സിൽ. ഇപ്പം എത്ര വയസ്സായി? 47ാമത്തെ വയസ്സിൽ തോറ്റു തുടങ്ങിയ ചെറുപ്പക്കാരൻ 47ാമത്തെ വയസ്സിൽ തീരുമാനിച്ചു ഇനി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് ഞാൻ മത്സരിക്കാൻ വേണ്ടി പോവാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അതിലേക്ക് മത്സരിച്ചു.
ആ ജീവിതത്തിൽ തോറ്റു തുടങ്ങിയ മനുഷ്യൻ 47-ാമത്തെ വയസ്സിൽ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് എന്ന് വിളിക്കുന്ന രാഷ്ട്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പദവിയിൽ എന്ത് സംഭവിച്ചു? അവിടെയും തോറ്റു, ജയിച്ചില്ല, അവിടെ തോറ്റുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അകത്ത് തീ കെട്ടുപോയില്ല. 49-ാമത്തെ വയസ്സിൽ വീണ്ടും തീരുമാനിച്ചു ഇനിയും മത്സരിക്കണം. അമേരിക്കൻ സെനറ്റിലേക്ക് വീണ്ടും മത്സരിച്ചു. അയാൾ അവിടെയും തോറ്റു. ഒരിടത്തും ജയിക്കാത്ത മനുഷ്യൻ തീരുമാനിച്ചു അവസാനം അമേരിക്കൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ഒരിക്കൽ കൂടി മത്സരിക്കണം തീരുമാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലും ജീവിതത്തിൽ സ്വാഭാവികമായി എന്ത് സംഭവിച്ചു? അവിടെ അയാൾ ജയിച്ചു. ആ ജയിച്ച മനുഷ്യൻ്റെ പേര് എബ്രഹാം ലിങ്കൻ എന്നാണ്. ഞാൻ ആമുഖമായി സംസാരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് എബ്രഹാം ലിങ്കൻ അറിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എന്താണ്? ഞങ്ങൾക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കനെ നിങ്ങൾക്കറിയാം എന്നാണ് നിങ്ങൾ പറയുക. എന്നാൽ 52-ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റാകുന്ന എബ്രഹാം ലിങ്കൻ ജീവിതത്തിൽ 13 തവണ തോറ്റുപോയിട്ടുണ്ട്. ആ തോറ്റുപോയ എബ്രഹാം ലിങ്കനെ വായിക്കാൻ പുതിയ തലമുറ മറന്നുപോയി. 52-ൽ വിജയിച്ചു വന്നിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനെ മാത്രം വായിക്കുന്ന തലമുറയോട് നമ്മൾ ഓർമ്മപ്പെടുന്നത്, ഒരു ദിവസം കൊണ്ടല്ല അമേരിക്കൻ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൻ മാറിയത്. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പരാജയത്തിൽ നിന്ന് പിന്മാറാതെ വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, ആ നാടിലെ മുഴുവൻ ആളുകൾക്ക് മുമ്പിൽ, കുടുംബങ്ങൾക്ക് മുമ്പിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു പോയ മനുഷ്യൻ ഒരിടത്ത് തോൽക്കാതിരുന്നത് കൊണ്ടാണ് 52-ാമത്തെ വയസ്സിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള എബ്രഹാം ലിങ്കനായി മാറിയത്. ആ തോൽക്കാതെ പോയത് അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സാക്ഷിക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ അകത്തുള്ളൊരു മനുഷ്യന് മുമ്പിൽ തോറ്റില്ല എന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ജയിച്ചു കയറിയത്. അതുകൊണ്ട് എക്സലൻസ് സമ്മിറ്റിൻ്റെ ഈ ദിവസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സർട്ടിഫിക്കറ്റ് A+കളുടെ കനത്തിലോ മാർക്കിൻ്റെ കനത്തിലോ ജീവിതം നിശ്ചയിക്കപ്പെടേണ്ട, ചുറ്റുമുള്ള ആളുകളുടെ കയ്യടിയുടെ കനത്തിലല്ല ഞാൻ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത്, എൻ്റെ കൂട്ടുകാർ പറയുന്ന വർത്തമാനത്തിലല്ല ഞാൻ ശരിയോ തെറ്റോ തീരുമാനിക്കേണ്ടത്, ഇന്നലെയോ മിനിയാന്നോ പരിചയപ്പെട്ടു പോയ കാമുകൻ്റെ പ്രണയനഷ്ട ബോധത്തിലല്ല എൻ്റെ ജീവിതം ഞാൻ നിശ്ചയിക്കപ്പെടേണ്ടത്. അവനെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഉപേക്ഷിക്കേണ്ടതല്ല എനിക്കെൻ്റെ ജീവിതം. ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കപ്പെടുന്നത് എനിക്കു തന്നെയാണെന്നും എനിക്ക് മുമ്പിൽ തോൽക്കാതിരിക്കാനുള്ള കരുത്ത് ഞാൻ സ്വായത്തമാക്കിയിട്ടുണ്ടെന്നും എവിടെയൊക്കെ തോറ്റുപോയാലും ഒരു നാൾ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്ന് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഇതോടൊപ്പം തന്നെ SLC ഒറ്റ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നമ്മുടെ MLA-യുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ മോട്ടിവേഷൻ ടോക്കെന്നും അല്ലെങ്കിൽ പല രീതിയിൽ ഈ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങും ഇതിൻ്റെയൊക്കെ ക്ലാസ്സും സെഷനും ഒക്കെ പലരും നടത്തുന്ന കേട്ടിട്ടുണ്ട്. അവരെക്കാട്ടിലുമൊക്കെ വളരെ ഗംഭീരമായിട്ട് പ്രൊഫഷണലായിട്ട് ഇവിടെയുള്ള ഓരോ കുട്ടിയുടെയും ഉള്ളിൽ ഒരു എന്താ പറയുക തീ ഉണ്ടല്ലോ, ആ ഒരു അഗ്നി കത്തിച്ച് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം ഇത്. ഐ തിങ്ക് യു ആർ വെരി ലക്കി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. നമ്മൾ അതിന് കൂടെ ഒരു 2 സമ്മാനം കൊടുക്കുന്നുണ്ട് കളക്ടർ.